സമയത്ത് ദീർഘമായൊന്നും പറയേണ്ടതായ ആവശ്യമില്ല. വൈദിക ശുശ്രൂഷ ഈ ലോകത്തിൽ അനുഷ്ഠിച്ച് കടന്നു പോകുന്ന ഒരു വൈദികനെ സംബന്ധിച്ച് നമ്മുടെ ആരാധനയിൽ പറയുന്നതെല്ലാം ആ ശുശ്രൂഷ തുടരുന്നു എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടാണ് എല്ലാ വൈദികരും ഇവിടെ ശുശ്രൂഷ നടത്തുന്നവർ ആ നിത്യമായ രീതിയിൽ നാം തുടർന്നും പങ്കെടുക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പച്ചനെ സംബന്ധിച്ച് എൻ്റെ ഒരു ഇളയ സഹോദരൻ എന്ന നിലയിലാണ് എപ്പോഴും കണ്ടിരുന്നത്. എപ്പോഴും കാണുമ്പോഴും ഊർജ്ജസ്വലമായ ശരീരഭാഷയോടും പ്രസന്നമായ മുഖത്തോടും പുഞ്ചിരിയോടും കൂടി ആണ് അദ്ദേഹം ലേഖനങ്ങളെയൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ട സമയത്തും അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. അത്രയധികം തമാശകളും പുഞ്ചിരിയും എല്ലാം കലർത്തിയ സംഭാഷണമായിരുന്നു അന്ന് അദ്ദേഹം നടത്തിയത്. കൊച്ചച്ഛനും ദീപുവച്ചനും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പലരുണ്ടായിരുന്നു. പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. രോഗിയായ ഒരു വൈദികനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കൊട്ടും തന്നെ സംശയം തോന്നിയില്ല. അതുകൊണ്ട് അതൊരു വലിയ ദാനമായി ഞാൻ കരുതുന്നു. വളരെ പ്രയാസമുള്ള രോഗാവസ്ഥയിലും പ്രസന്നമായ മുഖത്തോടും പ്രത്യാശാനിർഭരമായ ഹൃദയത്തോടും കൂടി വൈദിക ശുശ്രൂഷയെ അനുഷ്ഠിച്ച രംഗങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകുന്ന ഒരു വൈദികനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ ധാരാളം കാരണങ്ങളുണ്ട്. ദീർഘമായ പ്രസംഗത്തിനുള്ള അവസരമല്ല ഇതെന്ന് എനിക്കറിയാം. അച്ഛൻ സേവനമനുഷ്ഠിച്ച കോളേജുകളിലും സഭയുടെ മറ്റ് രംഗങ്ങളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലതയും കാര്യക്ഷമതയും സ്മാർട്ട്നെസ്സും നമുക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദര വൈദികരോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പച്ചന് ദൈവസന്നിധിയിൽ സന്തോഷത്തിൻ്റെ തുടർച്ചയായ അനുഭവം ഉണ്ടാകട്ടെ. മാലാഖമാരുടെ പുഞ്ചിരിയിൽ അദ്ദേഹം തുടർന്നും പങ്കെടുക്കട്ടെ. സാത്വികരായ നമ്മുടെ പൂർവികരുടെ പ്രകാശത്തിൽ അദ്ദേഹം ഓഹരിക്കാരനായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വലിയ ആദരാഞ്ജലികൾ ഈ സമയത്ത് അർപ്പിച്ചുകൊള്ളും.